വൈദ്യുതി സംബന്ധമായിട്ട് എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഓഫീസിലോ ഒക്കെ എന്തെങ്കിലും തകരാറുകളോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യാറെന്താണ്? അതിന്റെ KSEB ഓഫീസുകളിലോ അല്ലെങ്കിൽ അവരുടെ നമ്പറൊക്കെ തപ്പി പിടിച്ചെടുത്തിട്ട് മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ KSEB ഓഫീസിലോ പോയിട്ട് രജിസ്റ്റർ ചെയ്യുകയാണ് ചെയ്യാറ്. പക്ഷെ ഇനി അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇത് കുറച്ച് മുന്നേ തന്നെ നമുക്ക് വന്നൊരു ഫെസിലിറ്റിയാണ്. നമുക്ക് വാട്സപ്പിലൂടെ നമുക്ക് എന്താണോ നമുക്ക് വൈദ്യുതി സംബന്ധമായിട്ടുള്ള കംപ്ലൈന്റ്സ് എല്ലാം നമുക്ക് KSEBയിൽ അറിയിക്കുകയും അപ്പൊ തന്നെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം അതിന്റെ ഒരു ഫീഡ്ബാക്ക് സെൻഡ് ചെയ്യുകയും അവർ ചെയ്യുന്നുണ്ട്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ കയ്യെത്താ ദൂരത്തുള്ള ഒരു മെത്തേഡാണ് നമ്മുടെ KSEB പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇനി മുതൽ നമ്മുടെ കയ്യിലൊക്കെ ഉള്ള എല്ലാവരും ഏകദേശം ആളുകളൊക്കെ വാട്സപ്പ് യൂസ് ചെയ്യുന്നവരാണ്. അപ്പൊ നമ്മുടെ കയ്യിലുള്ള വാട്സപ്പ് വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ കൺസ്യൂമർ നമ്പർ വെച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാം. അതിന് താഴെയായിട്ട് ഇംഗ്ലീഷ് അറിയില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ല, മലയാളത്തിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തുകൊണ്ട് എന്താണോ നിങ്ങളുടെ കംപ്ലൈന്റ് അത് ജസ്റ്റ് മലയാളത്തിൽ ടൈപ്പ് ചെയ്തിട്ട് ഒരു ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ തന്നെ അവരുടെ നിങ്ങളുടെ കൺസ്യൂമർ നമ്പർ ചെക്ക് ചെയ്തതിനു ശേഷം പേര് സഹിതം ആ ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം നിങ്ങൾക്കൊരു മെസ്സേജ് ഫോർവേഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതിനായിട്ട് വലിയ സംഭവമായിട്ടൊന്നും ചെയ്യാനില്ല. നിങ്ങളൊരു മൊബൈൽ നമ്പർ ഞാൻ ഇവിടെ സ്ക്രീനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ആ മൊബൈൽ നമ്പർ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്ത് വെക്കുക. KSEB കംപ്ലൈന്റ് ഡെസ്ക് എന്നോ എന്താന്ന് വെച്ചാൽ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. 9496001912 എന്നാണ് ഈ മൊബൈൽ നമ്പർ. ഒന്നുകൂടെ പറയാം, 9496001912. ഇത് KSEBയുടെ കംപ്ലൈന്റ് ഡെസ്ക് ആണ്, വാട്സപ്പ് നമ്പറാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഈ മൊബൈൽ നമ്പർ സേവ് ചെയ്തതിനു ശേഷം നിങ്ങൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. വാട്സപ്പ് ഓപ്പൺ ചെയ്തതിനു ശേഷം സാധാരണ നിങ്ങൾ എങ്ങനെയാണോ മെസ്സേജ് ചെയ്യാറ് അതുപോലെ തന്നെ KSEB കംപ്ലൈന്റ് ഡെസ്കിലേക്ക് ജസ്റ്റ് കൺസ്യൂമർ നമ്പർ നിങ്ങളുടെ ബില്ലിലും ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പൊ ആ ഒരു നമ്പർ നിങ്ങൾ ടൈപ്പ് ചെയ്തതിനു ശേഷം എന്താണോ നിങ്ങളുടെ കംപ്ലൈന്റ്, കറണ്ട് പോയതാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കംപ്ലൈന്റ്സ് ആണോ അല്ലെങ്കിൽ ലൈൻ എന്തെങ്കിലും തകരാറ് വന്നതാണോ, എന്താണോ നിങ്ങളുടെ ചുറ്റുവട്ടത്തിലുള്ള കംപ്ലൈന്റ്, ആ കംപ്ലൈന്റ് നിങ്ങൾ ജസ്റ്റ് മലയാളത്തിൽ അങ്ങ് ടൈപ്പ് ചെയ്തിട്ട് അവർക്ക് ജസ്റ്റ് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. ഫോർവേഡ് ചെയ്ത് കുറച്ച് സമയങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് കംപ്ലൈന്റ് രജിസ്റ്റർ ആയിട്ടുള്ള ഒരു മെസ്സേജ് വാട്സപ്പിൽ തന്നെ വരുന്നതാണ്. വാട്സപ്പ് വന്നതിന് ശേഷം ആ ഒരു കംപ്ലൈന്റ് അവർ നോക്കുകയും അതിനുശേഷം അതിന്റെ ഉദ്യോഗസ്ഥർ വന്ന് ശരിയാക്കി തരികയും ചെയ്യുന്നത്. അപ്പൊ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് പലർക്കും ഇപ്പോഴും അറിയില്ല. അപ്പൊ നമ്മൾ നമ്പറും അല്ലെങ്കിൽ KSEB ഓഫീസുകളിലൊന്നും ഇനി പോകേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഈ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ